വെൽക്കം ടു ടുഡേസ് വീഡിയോ. നമ്മൾ വളരെ ലേറ്റായിട്ടാണ് പുറത്തിറങ്ങിയേക്കുന്നത്. 1 മണി കഴിഞ്ഞ്, രാത്രി 1 മണി കഴിഞ്ഞ് ഒരു ചായ കുടിക്കാമെന്ന് ചോദിച്ചിട്ട് പുറത്തിട്ട് ഇറങ്ങിയേക്കണെയാണ്. ചെറിയതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ പെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ ഈ സമയത്തൊക്കെ നേരത്തെ ഇഷ്ടംപോലെയായിട്ട് പോയിക്കൊണ്ടിരുന്ന വഴിയാണത്. നമുക്ക് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ നമുക്കൊരു ചെറിയ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, റെസ്റ്റോറൻറ്റ് മാതിരി. അപ്പോഴേക്കും ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെയാണ് ഫുൾ ടൈം വർക്കാണ്. നമ്മൾ നേരെ കോളേജിൽ പോയി കഴിഞ്ഞിട്ട് നേരിട്ട് തന്നെ വൈകുന്നേരം വന്നിട്ട് നമ്മുടെ കടയിൽ കയറിയിട്ട് നമ്മൾ ഫുൾ വർക്കാണ്. ഇന്ന വർക്കൊന്നുമില്ല, എല്ലാ വർക്കും ചെയ്യുമായിരുന്നു. എല്ലാ വർക്കും ക്ലീനർ തൊട്ടിട്ട് അക്കൗണ്ടിങ്, ജ്യൂസ് മേക്കിങ്, ഫുഡ് മേക്കിങ്, ഇഷ്ടംപോലെ പരിപാടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ആ സമയത്തൊക്കെ. കട അടച്ചിട്ട് വീട്ടിൽ വരുമ്പോഴേക്കും 2:30-3 മണിയാവും. ഡെയിലി 2:30-3 മണിയാവും വരെയാവും. ചേട്ടനുണ്ട് കേട്ടോ. പുള്ളിയാണെങ്കിൽ 10-12 മണിയാകുമ്പോഴേക്കും വീട്ടിലോട്ട് പോകുന്ന ഒരു മൂഡാണ് പുള്ളിക്ക്. രാവിലെ എണീച്ചിട്ട് മാർക്കറ്റിൽ പോകുന്ന കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഉറക്കം കിട്ടില്ല. അത് കാരണം പിന്നെ ഞാനായിരിക്കും രാത്രി കഴിക്കണം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് ക്ലീനാക്കലും വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞിട്ട് നല്ല ലേറ്റാവും. എനിക്ക് ഈ സമയത്ത് പുറത്തിറങ്ങുമ്പോഴേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലീഫാണ്. അധികം ആൾക്കാരില്ല, അധികം ബഹളമില്ല, ശല്യങ്ങളില്ല, ഒന്നുമില്ല. നമ്മൾ കുറച്ചൊരു ഫ്രീ ആണ്. നല്ല മഴയൊന്നും ഇല്ലെങ്കിൽ നല്ല വെതറൊക്കെ, നല്ല നിലാവുള്ള, നല്ല മൂണും സ്റ്റാർസും ഒക്കെ കാണാം. ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര രസമാണ് നമുക്ക് നടക്കാനും പിടിക്കാനൊക്കെ. എന്താ നമുക്കധികം സ്റ്റാർസും കാര്യങ്ങളൊന്നുമില്ല, ഇത്തിരി ക്ലൗഡിയാണ് ആകാശം. ക്ലൗഡി അല്ലാത്ത ദിവസങ്ങളിൽ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മലയുടെ മേളിലൊക്കെ പോവുക, ഹിൽ സ്റ്റേഷൻ അങ്ങനത്തെ ഏരിയകളൊക്കെ പോകില്ലേ. അപ്പോൾ എനിക്ക് മലയുടെ മേളിൽ ഇന്ന് കഴിയുമ്പോഴേക്കും ആകാശം കുറച്ചൊരു ക്ലോസറാണല്ലോ. അപ്പോഴേക്കും ക്ലിയറായിട്ട് കാണാം. അപ്പോൾ എനിക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോകണം ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റാറൊക്കെ എണ്ണിയിരിക്കുക എൻ്റർടൈനിങ് പരിപാടിയാണ് കേട്ടോ. ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വളരെ വളരെ റിഫ്രഷിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് കുറേ പ്രോബ്ലംസ് ഉള്ളപ്പോൾ ഒന്ന് റിഫ്രഷ് ആവണമെന്നുള്ള സമയത്തൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ ഇത്തിരി ഹില്ലി ഏരിയാസ്, പർവ്വതങ്ങൾ, മലകൾ, അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര റിലീഫ് കിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടുത്തെ ആ ക്ലൈമറ്റും ആ തണുപ്പും കോടയും പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ 1-2 റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കാട്ടിത്തരാം. നിങ്ങൾ നേരത്തെ വീഡിയോയിൽ ഇത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഈ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇതേപോലത്തെ ചെറിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇതൊക്കെ ചുമ്മാ നൊസ്റ്റാൾജിയ ഐറ്റംസ് ആണ് കേട്ടോ. കാണുമ്പോഴേക്ക് ഇപ്പോൾ നമ്മൾ നടത്തുന്നില്ല, എന്നാൽ പോലും പണിക്കാരെ മാനേജ് ചെയ്യുക, തിരക്ക്. ചില ദിവസം കച്ചവടം ഉണ്ടാവും, ചില ദിവസം നമുക്ക് കച്ചവടം ഉണ്ടാവില്ല. ഈ കച്ചവടം ഇല്ലാത്ത ദിവസം വരുമ്പോഴേക്കുമാണ് നല്ല രസം. അതായത് പിറ്റേ ദിവസം നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം, മാർക്കറ്റിൽ പോകണം, സാധനങ്ങൾ എടുക്കണം. എന്ന് വെച്ചാൽ അടുത്ത ദിവസം നമുക്ക് റൺ ചെയ്യണമല്ലോ. അപ്പോഴേക്കും തലേ ദിവസം കാശ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത ദിവസം റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. തലേ ദിവസം നമുക്ക് പൈസ കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം റൺ ചെയ്യാനായിട്ട് നമ്മൾ കടം മേടിച്ചിട്ട് നമ്മൾ സാധനങ്ങൾ മേടിക്കും, എന്നിട്ട് നമ്മൾ റൺ ചെയ്യും. അപ്പോൾ ഈ കടം മേടിക്കണ 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു പ്രതീക്ഷയുടെ പുറത്താണല്ലോ. ഇന്നും കച്ചവടമില്ല, അടുത്ത ദിവസം കച്ചവടം ഉണ്ടാവും. അപ്പോൾ
ഒരു പ്രതീക്ഷയുടെ കൊടുത്ത് കളിക്കുന്ന കളികളാണല്ലോ ബിസിനസ്. അത് ഭയങ്കര രസമാണ്. പിന്നെ നമുക്ക് നല്ല നല്ല കണക്ഷൻസ് വേണം, നല്ല ഫ്രണ്ട്സ് വേണം, നല്ല കണക്ഷൻസ് വേണം, ഫണ്ട് വേണം. പിന്നെ പിന്നെ മാർക്കറ്റ് നമുക്കറിയണം, മാർക്കറ്റ് അറിയണം, മാർക്കറ്റിൽ തന്നെ മാറ്റങ്ങൾ അറിയണം. അതേപോലെ തന്നെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ മേടിക്കണ പച്ചക്കറിയിൽ ഓരോ ദിവസവും വില മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ പലചരക്ക് സാധനങ്ങൾ, ഇതൊക്കെ ഓരോ ദിവസവും വില മാറുന്ന ഐറ്റംസാണ്. അപ്പോൾ ഈ ഓരോ ദിവസം നമ്മൾ വില മാറുന്ന ഐറ്റംസ് പർച്ചേസ് ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്തില്ലേ, പർച്ചേസ് ചെയ്യാൻ നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. പർച്ചേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിൽസ് പോലെ തന്നെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പർച്ചേസിങ് അറിയണം. പ്രോപ്പറായിട്ട് നമുക്ക് മാർക്കറ്റിനെ അറിയുവാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് കസ്റ്റമറിലായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് ഒരു ബിസിനസ് റൺ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മുടെ കൺസിസ്റ്റൻസി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം പ്രത്യേകിച്ച് ഈ ഹോട്ടൽ റിലേറ്റഡ് ഹോട്ടൽ പോലത്തെ സ്ഥാപനങ്ങളൊക്കെ റൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഒരു ദിവസം പോലും അവധി ഉണ്ടാവില്ല. എല്ലാ ദിവസവും നമുക്ക് വർക്കിംഗ് ആയിരിക്കും. തിങ്കൾ തൊട്ട് ഞായർ വരെ നമ്മൾ വർക്കിംഗ് ആയിരിക്കും. ക്രിസ്മസിനും വിഷുവിനും ഓണത്തിനും ബന്ദിനും ഈവൻ കൊറോണ ടൈമിൽ നമ്മൾ വരെ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഡെഡിക്കേഷൻ വേണം. ഈ പറഞ്ഞ ഹോട്ടലിലും റെസ്റ്റോറൻറ്റിലും വർക്ക് ചെയ്യുന്ന വർക്കേഴ്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ 24 hours വർക്ക് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അവരൊക്കെ നമ്മൾ ഇടയ്ക്ക് നമ്മളൊന്ന് കൺസിഡർ ചെയ്യണം അവരെയൊക്കെ, അല്ലെങ്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. അവരൊക്കെ അപ്രിസിയേഷൻ ശരിക്കും അറിയിക്കുന്ന ആൾക്കാരാണ്. പിന്നെന്താണ് പറയാനായിട്ടുള്ളത്? പിന്നെ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ എല്ലാ ദിവസവും ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, എല്ലാ ദിവസവും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴേക്കും നമ്മളെല്ലാ ദിവസവും നല്ല എനർജറ്റിക് ആയിരിക്കണം. എല്ലാ ദിവസവും നമ്മൾ നല്ല ജിൽ എന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അന്ന് മാത്രമാണ് ഈ സാധനമൊക്കെ റൺ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ മെൻറ്റാലിറ്റി, നമ്മുടെ മൈൻഡ് സെറ്റ്, അതൊക്കെ വളരെ വളരെ ക്രൂഷ്യലാണ് ഒരു ബിസിനസ് റൺ ചെയ്യാനായിട്ട്. ഞാൻ എന്തുകൊണ്ട് ഇന്നിപ്പം ബിസിനസ്സിനെ കുറിച്ച് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ബിസിനസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ചെയ്തിട്ടുള്ള ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്, നല്ല ചെറിയ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഇനി അത് ബ്രഷപ്പ് ചെയ്ത് ഇനി അത് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ അതേപോലത്തെ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ചുറ്റിനുമുണ്ട്. എല്ലാ ദിവസവും അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും അവരെ പുഷ് ചെയ്ത് അടുത്ത ദിവസമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്. എനിക്ക് അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്തരത്തിലുള്ള ഒരാളാവാനായിട്ടാണ് ഇഷ്ടം. ഓക്കെ, റൂട്ടിലൊന്നും ഒരൊറ്റ മനുഷ്യനില്ല കേട്ടോ. അടിപൊളി. ബ്രോ എനിക്കൊരു ഹൈറ്റായി വാട്സാപ്പിൽ ഹൈറ്റായി.
രാത്രിയൊക്കെ നമുക്ക് റോട്ടിലൂടെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ നടക്കണം. ഇങ്ങനെയൊക്കെ നടക്കാനായിട്ട് പറ്റും. ആൾക്കാരൊന്നുമില്ല, ഫ്രീ ആണ്, വേക്കൻ്റാണ്. പിള്ളേർ സെറ്റ് കുറേ പേരുണ്ട്. ഞാനിന്ന് ഇവിടെ ഇപ്പോൾ ചായക്കടയിൽ പോയിട്ടുണ്ട്. ചായക്കടയിൽ പോയിട്ട് ചായയൊക്കെ കുടിച്ച് അപ്പോഴേക്കും ഒരു കമ്പനിക്കാരനെ കിട്ടിയിട്ടാ. ആൾ ഫോട്ടോഗ്രാഫറാണ് കേട്ടോ. ഫോട്ടോഗ്രാഫറാണ്. നമുക്ക് ഫോട്ടോഗ്രാഫിയുടെ കുറേ ടെക്നിക്സും ക്യാമറയുടെ എക്സ്പോഷറും ലൈറ്റിങ്ങും കാര്യങ്ങളും ലെൻസ് ഉപയോഗിക്കണയൊക്കെ കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോഴേക്ക് ഞാൻ കുറേ നേരം അവിടെ നിന്ന് ഈ ആളുടെ കൂടെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ കേട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പറയണ കാര്യങ്ങൾ കേട്ടിരിക്കുന്ന ഒരാളെ കിട്ടുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അവർ പറയണ കാര്യങ്ങൾ കേട്ടിരുന്നാൽ മാത്രം മതി. ഇപ്പം ഈ എല്ലാവരും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ്. ക്യാമറ മുന്നിൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ എല്ലാവർക്കും സംസാരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അത് കേട്ടിരിക്കാനായിട്ട് ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്ത് കുറച്ച് കുറവാണ് കിട്ടാനായിട്ട്. അപ്പം ഞാൻ കുറേ നേരം ആളിങ്ങനെ പറയണ കുറേ കാര്യങ്ങളിങ്ങനെ കേട്ട്. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിച്ച്, ക്യാമറ വീഡിയോഗ്രാഫിയുടെ കാര്യങ്ങൾ സംസാരിച്ച്, പിന്നെ പുള്ളിയുടെ കുറേ ക്ലയൻസിൻ്റെ തലവേദന ഇഷ്ടംപോലെ കാര്യങ്ങൾ, ക്ലയൻസ് കാരണം ഉണ്ടാകുന്ന തലവേദന കാര്യങ്ങൾ അങ്ങനത്തെ കുറേയൊക്കെ സംസാരിച്ച്. ആളെന്താണ് ആക്ടിങ് സ്കൂളിൽ പോയിട്ട് ഒക്കെ പഠിച്ചൊക്കെയാണ് കേട്ടോ. ആളുടെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയില്ല. കുറേ നേരം സംസാരിച്ചിരുന്നു. ഈ നല്ല ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി കഴിയുമ്പോഴേക്കും നമുക്ക് ഫോട്ടോസൊന്നും ഉണ്ടാവില്ല അവരുടെ കൂടെ, പക്ഷെ കുറേ മെമ്മറീസ് ഉണ്ടാവും. അതേപോലെ ഒരു മെമ്മറീസ് മാത്രം തന്നിട്ട് പുള്ളി നൈസായിട്ട് സ്കൂട്ടായി. ഇനിയിപ്പോൾ അടുത്ത ദിവസം വരുമെന്ന് എന്നോട് ചോദിച്ച്. ഞാനപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ നല്ല രാത്രിയുണ്ട്. 2 മണി 2:30 കഴിഞ്ഞു ഓൾറെഡി. ഈ ടൈമിൽ ഇപ്പോൾ പൊതുവേ ഇറങ്ങൽ കുറവാണ്. ഞാൻ കടയൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഈ കട ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. നമ്മൾ സംസാരിച്ചില്ലായിരുന്നേ കട ക്ലീൻ ചെയ്തിട്ട് പോണേൻ്റെ. ഇതാണ് ക്ലീനിങ് പരിപാടികൾ. ഞങ്ങൾ ആൾക്കാരൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. ശരിക്കും രാവിലെ ഷോപ്പ് തുറക്കണേക്കാം ഏറ്റവും കൂടുതൽ ടഫാണ് രാത്രി ഷോപ്പ് അടയ്ക്കണത്. കാരണം ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പരിപാടിയല്ല. പ്രത്യേകിച്ച് ഒരു ഹോട്ടലിൽ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കണം, ചുറ്റുപാടെല്ലാം ക്ലീൻ ചെയ്യണം, ടേബിളെല്ലാം ക്ലീൻ ചെയ്യണം, അക്കൗണ്ടിങ് ചെയ്യണം, പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള സാധനങ്ങളുടെ ഡീറ്റെയിൽസ് എടുക്കണം. അപ്പോൾ കുറേ പണിയുണ്ട്. രാത്രിയാണ് കൂടുതൽ പണി രാവിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. രാവിലെ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ആ ഒരു റഷ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതല്ലാതെ വേറെ പ്രശ്നങ്ങളില്ല. പക്ഷെ രാത്രി പിന്നെ റിമൈനിങ് വന്ന ഫുഡ് ഉണ്ടല്ലോ, റിമൈനിങ് വന്ന ഫുഡ് നമുക്കറിയാം. എല്ലാ ഹോട്ടലിലും എല്ലാ റെസ്റ്റോറൻറ്റിലൊക്കെ ഈ പറഞ്ഞ നമ്മുടെ ചില്ലറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും നമുക്ക് ഇതെല്ലാം എടുത്ത് കളയാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ ഫുഡും എടുത്ത് കളയാനായിട്ട് പറ്റില്ല. നമുക്ക് അപ്പോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഫുഡുകളെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ ഉപയോഗിക്കാനായിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് റെഫ്രിജറേറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ നോക്കിയും കണ്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം എന്തോരം കേസസാണല്ലോ നമ്മൾ കണ്ടേക്കണം. നൈസ് വഴി എന്തോരം കേസസാണ് നമ്മൾ കണ്ടേക്കണേ. ഫുഡ് ഇൻഫെക്ഷൻ വെച്ചിട്ട് കിട്ടിയിട്ട് ടാസ്ക് ആയേക്കണേൻ്റെയൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെറുതെ സില്ലിയായിട്ട് കളയേണ്ട കാര്യങ്ങളല്ല. അതൊക്കെ നമ്മൾ നോക്കിയും കണ്ടും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ്. അത് രാത്രിയാണ് കൂടുതലും ചെയ്യണത് കട അടയ്ക്കണ ടൈമിൽ. 24 വർക്ക് ചെയ്യുന്ന കടകൾക്കൊന്നും കുഴപ്പമില്ല. അല്ലാതെ ബാക്കി ഷോപ്പുകളിലൊക്കെ സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈമിൽ പിന്നെ നമ്മൾ പുറത്തിട്ടിറങ്ങി നടക്കാനൊക്കെ ഇറങ്ങേണ്ട വേറൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ശല്യമില്ല. ആരെയും കൊണ്ട് പ്രത്യേകിച്ച് ശല്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് ഇതിക്കടെയൊക്കെ നടക്കാം, ഫ്രീ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ് പരിപാടികളൊക്കെ നിരീക്ഷിക്കാം, പിന്നെ പുതിയ കച്ചവടങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത് കാണാം.
അതിനെക്കുറിച്ച് ആലോചിക്കാം. പുതിയ ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറൂല, ബാത്റൂമിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇരുന്ന് ആലോചിക്കുന്ന ഒരു സ്ഥലം. വൺ ഓഫ് ദി മെയിൻ പ്ലേസ് വെയർ പീപ്പിൾ യൂഷ്വലി യൂസ് ടു തിങ്ക് ആൻഡ് ജനറേറ്റ് ഐഡിയകൾ ജനറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ബാത്റൂം. അതേപോലെ കോമഡി കേട്ടോ അതൊക്കെ. അപ്പോൾ ബാത്റൂമിലിരിക്കലല്ല, ബാത്റൂമിൽ ഇതേപോലെ ആൾക്കാർ ചിന്തിക്കുന്ന പോലെ തന്നെ നമുക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് ഇതേപോലെ രാത്രി ഇറങ്ങി നടക്കുന്നത്. നമുക്ക് ഫ്രീ ആയതുകൊണ്ട് തന്നെ, ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാം, നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാം. നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഓക്സിജൻ നമുക്ക് കിട്ടും, നമ്മുടെ ബ്രെയിൻ നല്ല ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യും, നമുക്ക് നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട് പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഗൈസ്, മനസ്സിലായില്ലേ? ഈ ബിൽഡിങ്ങിൻ്റെ മേളിലല്ലേ ഒരു അസാസിൻ ക്രീഡിൽ നിൽക്കണ പോലത്തെ ഒരു പ്രേതത്തിനെ പോലത്തെ ഒരു സാധനം ഞാൻ നേരത്തെ നടന്നു പോകുമ്പോഴേക്ക് ഞാൻ കാണാറുണ്ട്. ചിലപ്പോൾ ഒരു വീടിൻ്റെ മേളിലായിരിക്കും, ചിലപ്പോൾ അടുത്ത വീടിൻ്റെ മേളിലായിരിക്കും. ഈ വീടിൻ്റെ മേളിൽ നിന്ന് അടുത്ത വീടിൻ്റെ മേളിലോട്ട് പോകും. ഒരു ഗോസ്റ്റ് പോലത്തെ സാധനം, ഒരു ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ടെറർ സാധനം. ഞാനത് ഇങ്ങനെ കണ്ടിട്ട് പേടിച്ചിട്ടില്ലേ, ലിറ്ററലി ഞാനിവിടുന്ന് ഓടി രക്ഷപ്പെടാറുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. ചെറുപ്പത്തിൽ ഞാനിങ്ങനെ ഓടി രക്ഷപ്പെടും. ഞാൻ വീട്ടിൽ ചെന്നിട്ട് സ്വപ്നം കാണും. ഇപ്പം ഉണ്ടാകും ഓരോ വീടിൻ്റെ മുകളിൽ നിൽക്കണമായിട്ട് ഞാൻ കാണാറുണ്ട്. നൈറ്റ് മെയർ സ്വപ്നങ്ങൾ കാണുന്ന ചില സ്വപ്നങ്ങൾ നമ്മൾ റിപ്പീറ്റ് അടിച്ചിട്ട് കാണും. പടം കാണുന്ന പോലെ റിപ്പീറ്റ് അടിച്ചിട്ട് ചില സ്വപ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ചിലത് നമ്മൾ സീരിയസ് പോലത്തെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഞാൻ കാണാറുണ്ട് കേട്ടോ. ഒരു 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 വിടക്ക് പിടിച്ച സ്വപ്നമുണ്ട്. അത് ഞാനാണെങ്കിൽ ഒരു ബസ്സിൽ ഇറങ്ങിയിട്ടില്ലേ, നേരെ ഒരു പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ട് ആ പള്ളിയുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു മെയ്സ് പോലെയാണ്. ആ മെയ്സില്ലേ, ആ മെയ്സ് സോൾവ് ചെയ്യാനായിട്ട് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഞാൻ അതിൻ്റെ അടുത്ത സെക്ഷനിലായിട്ട് ചില ദിവസങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ എനിക്കിതുവരെ സോൾവ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമ്മൾ ഫസ്റ്റ് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഒരു ഡ്രൈ ലാൻഡാണ് കേട്ടോ. ആ ഡ്രൈ ലാൻഡിൽ ഒരു വണ്ടി പോകണം. ആ ഡ്രൈ ലാൻഡിൽ ഒരു ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ ഒരു പള്ളി, അങ്ങനത്തെ ഒരു വടക്ക് പിടിച്ച സ്ഥലം. പിന്നെ സോംബീസിൻ്റെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഇഷ്ടംപോലെ സ്വപ്നങ്ങൾ കാണാറുണ്ട്. നല്ല രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് സ്വപ്നം കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ നിർത്തുന്നു. പിന്നെ നിങ്ങൾക്ക് എന്നോട് എൻ്റെ വീഡിയോകളോട് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്കത് ചെയ്യാം. അത് ചെയ്യണമെന്ന് ഞാൻ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോസ് ഇതിന് സെറ്റായിട്ട് ചെയ്യണം, പൊളിയായിട്ട് ചെയ്യണം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. സൈനിങ് ഓഫ്. മാങ്ങ